ഹലോ ഫ്രണ്ട്സ്, അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ജയ്പൂരിലെ സിറ്റി പാലസിൻ്റെ ഏറ്റവും അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ജയ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹവാ മഹൽ ഉള്ളത്. നമ്മളൊക്കെ പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ഒരു ഹവാ മഹലിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് നമ്മുടെ മഹാരാജ സവായ് ജയ് സിംഗിൻ്റെ മകൻ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ ഒരു ഹവാ മഹൽ പണിയെടുത്തത്. അദ്ദേഹം ഒരു വളരെ കൃഷ്ണഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ തലയിലെ കിരീടത്തിൻ്റെ ഷേപ്പാണ് നമ്മുടെ ഈ ഒരു ഹവാമഹൽ ബിൽഡിങ്ങിനുള്ളത്. 5 നില ബിൽഡിങ്ങാണിത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് പാലസ് ഓഫ് വിൻസ് എന്നാണ് ഹവാമഹൽ, അല്ലെങ്കിൽ പാലസ് ഓഫ് ബ്രീസ് എന്നാണ് നമ്മുടെ ഹവാമഹൽ എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അതായത് റെഡ് ആൻഡ് പിങ്ക് സാൻഡ്സ്റ്റോൺ അതാണ് ഇതിൻ്റെ നിർമ്മിതിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മഹാരാജ സവായ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ചത്. അതായത് ഗ്രാൻഡ്സൺ ആണ് മഹാരാജ സവായ് ജയ് സിംഗിൻ്റെ എന്താ പറയുക പേരക്കുട്ടിയാണ് നമ്മുടെ മഹാരാജ സവായ് പ്രതാപ് സിംഗ് എന്ന് പറയുന്നത്. 1799 ഇതിൻ്റെ സ്ട്രക്ചർ പണി കഴിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ, അതായത് ഈ ഒരു ഹവാമഹൽ ഡിസൈൻ ചെയ്തത് ലാൽചന്ദ് ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹവാമഹലിൽ നമുക്ക് മൊത്തം കൂടെ 953 ജനലുകൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. 953 ജനലുകളുണ്ട് ഇതിന്. എന്താ പറയുക, അതായത് 5 സ്റ്റോറി ബിൽഡിംഗ് ആണ്, 50 നില ബിൽഡിംഗ് ആണ്. അപ്പോഴത്തേക്ക് ഏകദേശം 50 അടി ഉയരമുണ്ട്. അതായത് 15 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ മുകളിലത്തെ 3 നിലകളെന്ന് പറഞ്ഞാൽ ഒരു മുറിക്കാണ് 50 മീറ്റർ ഉയരം എന്ന് പറയുന്നത് ഇതിൻ്റെ മേളത്തെ നിലയിൽ. അപ്പോൾ അത്രയും വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാലസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഹവാമഹലിനെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിതേ നമ്മുടെ ജയ്പൂരിലെ ജന്തർ മന്ദിറിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി പാസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി പാസ് എടുത്ത് ഇവിടെ എല്ലാവർക്കും നമുക്ക് മാസ്ക് മസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 50 രൂപയാണ്, നമ്മുടെ ഇന്ത്യൻ ട്രാവലേഴ്സിന് 50 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ജന്തർ മന്ദിറിൻ്റെ അകത്തോട്ട് കയറാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളങ്ങനെ ജന്തർ മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജയ്പൂർ സിറ്റി പാലസ്, അതുപോലെ തന്നെ ഹവാമഹൽ, അതുപോലെ ജന്തർ മന്ദിർ എല്ലാം എന്ന് പറയുമ്പോൾ ഒറ്റ കോംപ്ലക്സിനോട് ചേർന്ന് തന്നെയാണ്. ഒരു 200 മീറ്റർ 300 മീറ്റർ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് സെപ്പറേറ്റ് ചെയ്യാതെ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജന്തർ മന്ദിർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്താണെങ്കിലും നമ്മുടെ പണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെയാണെങ്കിലും നമ്മൾ കാണുന്നത്. അതായത് ജന്തർ മന്ദിർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 19 ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കളക്ഷൻ ഏരിയ ആണ് നമ്മളിത് പറയുന്നത്. അതായത് രാജ്പുത്ത് ഭരണാധികാരിയായിരുന്ന സവായ് ജയ് സിംഗ് സെക്കൻഡ് ആണ് നമ്മുടെ ജന്തർ മന്ദിർ ഇവിടെ സ്ഥാപിച്ചത്. 1734 അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജന്തർ മന്ദിറിന്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യുനെസ്കോയുടെ
എന്തോ സാധനം, എന്തോ ഒരു സാധനമാണ്. നാഡീവല യന്ത്രം. നാഡീവലയ circular plates facing north and south is a dial. The wall of the plates inclined towards south. എന്തൊക്കെയോ പൊസിഷൻ അക്വേറിയസ്, ജെമിനി, നക്ഷത്രമായിരിക്കും കേട്ടോ, ഗ്രഹങ്ങളാണ്. എന്തൊക്കെയോ ഇവിടുന്ന് ആ മേളിലോട്ട് നോക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ഒബ്സർവേറ്ററിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹങ്ങള്, അതുപോലെ തന്നെ നക്ഷത്രങ്ങള്, അതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിക്കപ്പെട്ട ഒരു ഒബ്സർവേറ്ററിയാണിത്. അപ്പോൾ ശരിക്കും നമുക്കിവിടെ വന്ന് കണ്ടാൽ നമുക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്നവർക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തവർക്കൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ പാലസിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജന്തർ മന്ദറിൽ കയറിയതുമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കോ വൈശാഖിനോ ഈ ജന്തർ മന്ദർ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് മാത്രം നമുക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ 5 സ്ഥലങ്ങളിലുള്ള അദ്ദേഹം സ്ഥാപിച്ച, മഹാരാജ സ്ഥാപിച്ച ആ ഒരു ഒബ്സർവേറ്ററികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യമുള്ളെന്ന് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജയ്പൂർ സിറ്റി പാലസിൻ്റെയും അതുപോലെ തന്നെ ഹവാമഹലിൻ്റെയും നമ്മുടെ ജന്തർ മന്ദറിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജയ്പൂരിലെ മറ്റൊരു അടിപൊളി കാഴ്ചയായിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് വിടവാങ്ങാം.